എല്ലാവരും പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലെ റീൽസും കണ്ടിട്ട് പോയതാട്ടെ ഈ ഹങ്കർ ഫോർട്ട് കാണാൻ. അപ്പോൾ ഈ ഹങ്കർ ഫോർട്ടിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിർബന്ധമായി ഇനി ആരെങ്കിലും കാണാത്തവർ, ഇനി അങ്ങോട്ട് പോകാനിരിക്കുന്നവർ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഈ ഒരു വീഡിയോ, എന്നാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടില്ല. റീലുകളിലൊക്കെ അടിപൊളി വ്യൂ ആണ്. അവിടെ ചെന്നാൽ വ്യൂ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. റീൽസുകളിൽ അടിപൊളിയാണ്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ വണ്ടി എടുത്തിട്ട് ഒരു കിലോമീറ്റർ എങ്ങാണ്ട് ഉണ്ട് അവിടെ കോടാൻ. അവിടെ എത്തിയിട്ട് നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അവിടെ ചെല്ലുമ്പോൾ ക്യാഷ് വേണം. അവിടെ ഗൂഗിൾ പേ വർക്ക് ചെയ്യില്ല, സ്കാനറില്ല, റേഞ്ച് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ എന്താവും, ക്യാഷ് തന്നെ കൊടുക്കണം. അപ്പോൾ ക്യാഷ് ഇല്ലാതെ ഒരു വട്ടം ഞങ്ങൾ മടങ്ങിയതാണ് അവിടുന്ന്. അതുകൊണ്ടാണ് പിന്നെ അവിടെ ഉള്ളവരോട് ആരോട് ചോദിച്ചാലും നമുക്ക് ക്യാഷ് ഇല്ല, എല്ലാവരും കൈ മലർത്തും. അപ്പോൾ തിരിച്ച് പോയിട്ട് നമ്മൾ ക്യാഷൊക്കെ എടുത്ത് വന്നതാണ് ഈ ഒരു വരവ്. അങ്ങനെ എന്താ തന്നെയായാലും ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മളിത് നേരെ ഉള്ളിലേക്ക്. ടിക്കറ്റൊക്കെ അത്യാവശ്യം നല്ല റേറ്റാട്ടോ ഇവിടെ. 100 രൂപയാണ് ഇവർ ടിക്കറ്റ് ഈടാക്കുന്നത്. ഫസ്റ്റിൽ ആകെ എന്താ 30. ഫസ്റ്റ് എൻട്രി ഫ്രീ ആയിരുന്നു, പിന്നെ 30 50 ഇപ്പം 100. അപ്പോൾ ഇവിടെ വരുന്നവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 100 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ നഷ്ടമല്ല. ഇവരൊരു ഗെയിം നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം കാണിച്ചു തരാം കേട്ടോ. ആ ഗെയിം കൂടി നമ്മൾ കളിക്കണം, എന്നാലാണ് നമുക്ക് ഹങ്കർ ഫോർട്ടിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഇവിടെ കാണാനല്ലോ ഇതാട്ടോ. ഇത് ചെറിയൊരു ഇതുണ്ട്. പക്ഷേ 100 രൂപയും കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വരേണ്ട ഒരു മോഡൽ. ഇതാ കണ്ടോ, കാണാം. ഇങ്ങനെ പോകണം. അപ്പോൾ ഈ ഒരു ഗെയിമാണ് അവർ നമുക്ക് 100 രൂപക്ക് തരുന്നത്. ഈ ഒരു ഗെയിമും ഈ ഹങ്കർ ഫോർട്ട് വിസിറ്റ് ചെയ്യലും. അപ്പോൾ ചാണകം ചവിട്ടാതെ എങ്ങനെ ഹങ്കർ ഫോർട്ടിലേക്ക് എത്താം, അതാണ് നമുക്കുള്ള മെയിൻ കടമ്പ, ടാസ്ക് അതാണ്. അങ്ങനെ നമ്മൾ 100 രൂപേൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് ചാണകം ചവിട്ടാതെ ഗെയിമൊക്കെ കളിച്ച് നേരെ വരുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണിത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. സംഭവമൊക്കെ റെഡിയാണ്, പക്ഷെ ഇവിടെ ചാണകം ചവിട്ടാതെ പോകാൻ കഴിയണം. അതാണ് ഇതിൻ്റെ എന്താ പറയുക ഹൈലൈറ്റ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടിക്കറ്റ് എന്തിനാണ് കാണിക്കണമെന്ന് വെച്ചാൽ അത് കാണിക്കണം. കാരണം 100 രൂപ എടുത്തിട്ട് ചാണകം ചവിട്ടാനാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നാൽ എല്ലാവരും ചവിട്ടുന്നുണ്ട്, നമ്മളെന്തായാലും ചവിട്ടിയില്ല കേട്ടോ. അതെ, ഫുള്ള് ചാണകം. എത്തിയ ആളുകളൊക്കെ എല്ലാവർക്കും സത്യം പറയുകയാണെങ്കിൽ ചടപ്പാണ്. റീൽസിൽ കാണുന്നത് ലോങ് വ്യൂ ഒക്കെ, ലോങ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അടിപൊളിയാണ്. എന്തെന്നാലും വേണ്ടില്ല, നമുക്കിതിൻ്റെ ഉൾവശമൊക്കെ എന്താണെന്ന അവസ്ഥ നോക്കുക. ഇവിടെ വരുന്നവരൊക്കെ എന്താ പറയുക, എല്ലാവർക്കും ചടപ്പാണ്. ഉള്ള കാര്യം പറയാലോ. റെഡിക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറാതിരിക്കാനല്ലേ, പുറത്തുനിന്ന് എവിടെയെങ്കിലും വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നല്ല സ്കൂട്ടാവുക. അതാണ് ഏറ്റവും ബെറ്റർ. ഇവിടെ ഇങ്ങോട്ട് വരാനുള്ളവരോടട്ടെ പറയല്ലേ. ഒന്നെങ്കിൽ ഇവർ ഈ ഇവിടുന്നില്ലേ കന്നുകാലികളെ ഇവിടെ ഒഴിവാക്കണം. എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് കയറി വെക്കാം എന്താ അവസ്ഥ എന്ന്. ഇതിൻ്റെ ഉൾവശത്തെ അവസ്ഥകൾ എന്താ നോക്കുക. കയറി ചെല്ലുമ്പോൾ തന്നെ ചാണകം, ഇവിടെയും ചാണകം, ഇതിൻ്റെ ഉള്ളിലും ചാണകം. ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു കന്നുകാലി ആലയാണ് തോന്നുന്നുണ്ട്. ഇവിടുന്ന് ഇറക്കി വിടലോ എന്നാണ്. വൈകുന്നേരം രാവിലെ ആയാലും ഇവിടുന്ന് കന്നുകാലികളെ പുറത്താക്കലോ തോന്നുന്നുണ്ട്. ഇത് ഫുള്ള് ചാണകം. ഏതോ ചങ്ങായി വന്നാണ്ട് വ്ളോഗ് ചെയ്താണ്ട് വയലാക്കി. പെട്ടുപോസ്, മഴ പെയ്തു. ഹങ്കർ ഫോർട്ടിന്റെ ഉള്ളിൽ ഇനി കണ്ടില്ല അറിയണ്ട. അങ്ങനെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ കയറി കൂടിയിട്ടുണ്ട്. പുറത്ത് നല്ല മഴയുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴയുണ്ട്. ഇവിടുത്തെ മഴ പെയ്താലുള്ള ഒരു അവസ്ഥയാണിത്. ഇനി ഉള്ളാകെ ചോരട്ടോ. എന്തുതന്നെയായാലും ബരി കാണി ഹങ്കർ ഫോർട്ട് എന്നുള്ള ആഗ്രഹം എല്ലാവരും തീർക്കി. സംഭവം അടിപൊളിയാണ്. ഇനി നമ്മൾ നിങ്ങളെ ചടപ്പിച്ചില്ല. എന്തൊക്കെയോ
ഹങ്കർ ഫോർട്ടിക്ക് വരുന്നോല് അത് എനിക്കറിയാം, അതേ അറിയാതെ ഡയലോഗ് മാത്രമേ ഉണ്ടാവുള്ളൂ.